ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചതാ. ആക്ച്വലി നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകാനായിരുന്നു. പക്ഷേ മിക്കവാറും അമ്പലങ്ങളൊക്കെ സന്ധ്യ ആകുമ്പോഴേക്കും അടക്കുമല്ലോ. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ നമ്മൾ ഏകദേശം എത്ര സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന്. അതുകൊണ്ട് ആ ഒരു പ്ലാൻ തൽക്കാലം അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് വിട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും എവിടേക്കാണ് പോകുന്നതെന്ന് യാതൊരു പ്ലാനും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ മുഴപ്പിലങ്ങാട് ബീച്ചിലെത്തി. അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു പണി കിട്ടി. വേറൊന്നുമല്ല, ബീച്ചിലേക്ക് വണ്ടി കയറ്റി വിടുന്നില്ല. 3 മാസത്തേക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, എത്ര വരെയാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. സോ നമ്മൾ നേരെ വാക്ക് വേയിലോട്ട് വിട്ടു. ശരിക്കും ഇവിടുത്തെ രാത്രിക്കാണോ പകലിനാണോ കൂടുതൽ ഭംഗിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയൂ രാത്രിക്കാണെന്ന്. പകലിനേക്കാൾ ഇവിടുത്തെ രാത്രിക്കാണ് ഭംഗി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ണൂരിലുള്ള അത്യാവശ്യം എല്ലാ ആൾക്കാരും ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്ഥലത്തിനെ പറ്റി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണൂരിലുള്ള മുഴപ്പിലങ്ങാട് ബീച്ചാണിത്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ ഇവിടെ വന്നാൽ അടിപൊളിയാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കുറേ നാളായിട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്ന എൻ്റെ ഫുഡും ഡയറ്റും ഒക്കെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് താളം തെറ്റിയിട്ടുള്ളത്. ഒന്നും നോക്കയില്ല, കിട്ടതൊക്കെ കഴിക്കാറുണ്ട്. ഐസ്ക്രീമൊക്കെ കഴിച്ച കാലം മറന്ന് ശരിക്കും. രാത്രിയൊക്കെ ആകുമ്പം ഫാമിലി ആയിട്ടൊക്കെ കുട്ടികളെയൊക്കെ കൂട്ടി വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം കുറേ ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു പാർക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ മറന്നുപോയിട്ടാണോ എന്നറിയില്ല. ഞാനൊരു 5-6 മാസം മുന്നെയാണ് ഇവിടെ വന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു പാർക്ക് ഇവിടെ ഇല്ലയെന്ന് തോന്നും. എൻ്റെ ഓർമ്മ കുറവുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ അടുത്തെങ്ങാനും ആക്കിയതാണോ അല്ലെങ്കിൽ ഇത് തുടങ്ങിയ അപ്പം മുതൽ ഇത് ഉണ്ടോയെന്നോ എനിക്കറിയില്ല. പിന്നെ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും ഞാനിവിടെ നിന്ന് എടുത്തിട്ടില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.